ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വോൾട്ടേജ് ഇല്ല ഗൈസ്, കാരണം തുമ്പിക്ക് തീരെ വയ്യ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചതാണ്, എന്നിട്ടാണ് ഞാൻ കടയിലേക്ക് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷം മാത്രമേ ഉള്ളൂ, കഫക്കെട്ടായിട്ടില്ല. അപ്പോൾ കഫക്കെട്ടിൻ്റെ മരുന്നൊന്നും തന്നിട്ടുണ്ടായില്ല. ജലദോഷത്തിൻ്റെ മരുന്നും പിന്നെ ചുമടയും കൂടെ ഒരുമിച്ചുള്ള മരുന്നും പിന്നെ പാരസെറ്റമോളുടെ സിറപ്പുമാണ് തന്നത്. അപ്പം ഇന്നലെയൊക്കെ നല്ല ഉഷാറായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി തുടങ്ങി ശ്വാസം മുട്ട് പോലെ ഇങ്ങനെ വന്നിട്ട് തുമ്പിക്ക് തീരെ വയ്യ. ഭയങ്കര വാശി, പാല് കുടിച്ചിട്ട് നിർത്തണില്ല. അങ്ങനെ ഭയങ്കര വാശിയായിരുന്നു. ഞാനും ഉറങ്ങിയിട്ടില്ല, തുമ്പിക്കുട്ടി ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന്. അപ്പം അങ്ങനെ തുമ്പിക്കുട്ടിക്ക് ഒരു സുഖമില്ല അല്ലേ? പറഞ്ഞു തുമ്പി, ഹലോ പറഞ്ഞേ, ഹലോ പറ, ഹലോ കാണിക്ക്. ഇതൊക്കെ കാണിക്കും തുമ്പി. തീരെ വയ്യ തുമ്പിക്ക് അല്ലേ? ആ, എണീറ്റ് കാണിച്ചോട്ടെ. ചുമയുണ്ടല്ലേ? ഉണ്ടോ? നല്ല ചുമയുണ്ട്. കഫക്കെട്ടിൻ്റെ ആ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന ആ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു അത്. പക്ഷേ ഇന്നലെ അവൾക്ക് ഇത്ര ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ മൂക്കിന്നൊലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഡോക്ടർ അതാണ് തന്നത്. പിന്നെ എനിക്ക് ഷോപ്പിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, എന്നിട്ട് പോകേണ്ടി വരും. ഞാൻ ചായ പോലും തിളപ്പിച്ചിട്ടില്ല. ഞാൻ 3 മണിക്കോ 2 മണിക്കോ ആയിട്ട് എണീറ്റിരിക്കുകയാണ്. ഒരു സുഖമില്ല, എനിക്ക് തലവേദന എടുത്തിട്ട് പാടില്ല. ഇന്നത്തെ ദിവസം നശിച്ചു ഗൈസ്. അപ്പം എനിക്ക് ഇത്തിരി ചായ തിളപ്പിച്ച് ചോദിച്ചാണെങ്കിൽ തൊണ്ടവേദന എടുത്തിട്ട് തൊണ്ട പഴുത്തിരിക്കണം. മൊത്തത്തിൽ ഇവിടെ അസുഖങ്ങളാണ്. ഞാൻ ഒത്തിരി ചായ തിളപ്പിച്ചിട്ട് സൂചിച്ചാണ് കൊടുക്കട്ടെ. തുമ്പിക്ക് ഒരു ഇത്തിരി കോരി കൊടുക്കട്ടെ. പോട്ടെ. തുമ്പിനെ ഉറക്കി കിടത്തിട്ട് ഞാൻ വേഗം അടുക്കളയ്ക്ക് വന്നിട്ട് ഇന്നലത്തെ മീനൊക്കെ മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുക്കാനിട്ട് പിന്നെ ചോറ് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എണീറ്റ പാടെ തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ അത് ദോശമാവിന് അടിച്ചു വെച്ചു. അത് ഞാൻ മിക്സിയിലാണ് അടിച്ചത്, അപ്പോൾ കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്സിയിൽ അടിച്ചു വെച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു കേട്ടോ. കാരണം നമുക്കിന്ന് കടയിൽ പോകണം. അപ്പോൾ ഉച്ചക്കാലത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകണം. തുമ്പിനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം അവൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടുക്കളയ്ക്ക് വന്നതാണ്. കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴുകിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. കൊച്ചിന് പാടില്ലാത്തതുകൊണ്ട് ഒരു മൂടില്ല, ഒരു സുഖമില്ലാന്ന് വെച്ചാൽ ഒരു സുഖമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടല്ലേ എന്ന് വെച്ചിട്ട് എന്നിട്ട് ആ ദോശ ഉണ്ടാക്കിട്ടോ. അതെ, ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചുതരാം. ഞാനിപ്പോൾ അതേ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ചാളട നമ്മൾ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മീൻ പൊരിച്ച് വെച്ചു. അതേപോലെ തന്നെ നമുക്ക് മീൻകറി ഉണ്ട്, ഞാൻ കാണിച്ചല്ലോ. മീൻകറി ഉണ്ട്, പിന്നെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ പോയി കുളിക്കണം. 10:30ക്കാണ് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിട്ടുള്ളത്. 30 നമ്പർ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇനിയിപ്പോൾ അവൾക്ക് ഇച്ചിരി കുറവുണ്ടെങ്കിൽ ഞാൻ അമ്മനെ വിടുള്ളൂ കേട്ടോ. അമ്മനെ വിടുള്ളൂ. ഇനിയിപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഒരു കണ്ടീഷൻ തന്നെയാണെങ്കിൽ ഞാൻ പോകും. കാരണം എനിക്കിന്ന് കടയിൽ പോകേണ്ട അത്യാവശ്യമുള്ളത് കാരണം ഇന്ന് മാസാവസാനമല്ലേ. അപ്പോൾ ഇന്ന് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ പെരൊന്ന് അടിച്ചിടണം. പെരാകെ കച്ചറായിട്ട് കിടക്കണം. അപ്പോൾ അതൊന്ന് അടിച്ചിടണം. തുമ്പി എണീക്കണേന് മുമ്പ് ഇതൊക്കെ ചെയ്യണം. എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം. അങ്ങനെ പിന്നെ കൊച്ചിന് പാടില്ലാണ്ട് നീ വീഡിയോ എടുക്കുകയാണെന്നൊരു കമൻറ്റ് നിരോധിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ജോലിയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ജോലിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നമ്മുടെ എല്ലാ ഇതും കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ കരുതിയാലേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഇതിലൊന്നും വ്ളോഗ് എടുക്കില്ല എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ ദിവസവും വ്ളോഗ് എടുക്കണം. വ്ളോഗ് എടുത്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ കൊണ്ടുവന്ന ആ വാച്ചിങ് അവർ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ എല്ലാ ദിവസവും വ്ളോഗ് എടുത്തില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മുടെ ജോലിയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഞാൻ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. എനിക്കിഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ മാറും കേട്ടോ. എനിക്ക് ഭയങ്കര റിലീഫാണ് ഈ ഒരു സംഭവം എടുക്കുന്നത്.
അപ്പോൾ അത്രയുള്ളൂ. ഞാൻ കുറേ ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല. പണി തീർത്ത് വേഗം പോട്ടെ ഗൈസ്. വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെയുണ്ട്. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇത് ലിക്വിഡ് നമ്മുടെ തീർന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ലിക്വിഡ് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടോ. കുറേ നാൾ നിന്നു കേട്ടോ. ഞാൻ ലിക്വിഡ് ഉപയോഗിക്കാറില്ല, എൻ്റെ കൈക്ക് ഭയങ്കര അലർജി കാരണം. പക്ഷേ ഇതെനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ റിൻസിൻ്റെ എന്നിട്ടാ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇല്ല, അതിൻ്റെ കൂടെ ഇപ്പം ഫ്രീ കിട്ടിയതാണ്, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചൊന്നല്ല. പക്ഷെ എന്നാലും നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ റിൻസിൻ്റെ ആ ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് 299 രൂപക്ക് 500 1/2 കിലോ അങ്ങനെ എന്തോ ആണ്, എന്തോ ലിറ്റർ കണക്കാണ്, എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. പക്ഷേ അത് വില കുറവാണ് എങ്കിലും അതിൻ്റെ കൂടെ ഡിസ്കൗണ്ടിന് കിട്ടിയ സംഭവം, ഡിസ്കൗണ്ട് അല്ല അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ സംഭവം അതിലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ വിമ്മിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ അലർജി വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ എനിക്ക് ഒട്ടും അലർജി വന്നില്ല കേട്ടോ. അതിൻ്റെ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അപ്പാടെ തന്നെ ഒതുക്കാണ്. പക്ഷേ എന്തിട്ടാണ് തുമ്പിക്കിപ്പോൾ ആ ഒരു ഉറക്കത്തിൽ ഞാൻ നോക്കുമ്പോൾ ശ്വാസത്തിന് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അങ്ങനെ എന്താ ഞാൻ പറയാം കേട്ടോ. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന്. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പക്ഷേ ഈ ഒരു സമയത്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന്. എനിക്ക് വലിയ കുറവ് പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ പോയേനെ, ഹോസ്പിറ്റലിലേക്ക് പോയേനെ. ഇതിപ്പം എന്തുട്ടാണ് അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പം ഞാൻ സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുവാണ് കേട്ടോ. പിന്നെ കെറ്റിലിൽ വെള്ളം ചൂടാക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ ചോറൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചോറൊന്ന് വാർത്തിടാമെന്ന് വിചാരിച്ചു. കുറച്ച് ചോറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചോറ് ഇന്നത്തേക്ക് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ ചോറാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കുകയാണ്. എന്തുട്ടാ പിന്നെ തുമ്പി എണീറ്റ് പിന്നെ ഭയങ്കര വാശി കാണിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം പെരക്കാഗോക്കൊന്ന് തൂത്തിട്ടു കേട്ടോ. പെരക്കാഗോക്കൊന്ന് തൂത്തിട്ടാൽ പിന്നെ നമുക്ക് ഭയങ്കര സമാധാനമാണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം അടിച്ചപ്പോൾ ഇവിടെ ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും അടിച്ചു വാരി കളയണം. അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഹലോ ഗൈസ് പറ. ബ്ലാക്ക് ടീ കാണിച്ചു കൊടുത്തേ. ഹലോ. അപ്പോഴത്തേ ഞാനും സുക്രുമണിയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് തുമ്പി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് അമ്മയുടെ അടുത്ത് എത്തിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മനോട് 10 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 10:30 കൂടിയിട്ടാണ് അവർ വരാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് കടയിൽ പോകേണ്ട കാരണം 10 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുക്രു റെഡി ആയില്ലേ? എന്തുട്ടാണ് ഭക്ഷണം കഴിക്കണം? കഞ്ഞി. എന്നും എനിക്ക് കഞ്ഞിയാണ്. പിന്നെന്ത് വേണം? ചോറ് മതിയാ? ചോറ് പിന്നെ എന്ത് വേണം? ഓ ഇനി മുട്ട തിന്നാല കുഞ്ഞിനി. അച്ഛാമി മാറിയല്ല? മാറി. ഓക്കെ. ഇനി പണികളൊന്നുമില്ല, എല്ലാ പണിയും തീർത്ത് വെച്ചു. ഇനിയിപ്പോൾ കടയിൽ കൊണ്ടുപോകാനുള്ള ചോറ് എടുത്ത് വെക്കണം, അത്രേ ഉള്ളൂ. ഒരു മുട്ടയും വറുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ സുക്രുവിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു മുട്ട ചിക്കണം. അതും കൂടെ കഴിഞ്ഞ് സുക്രുവിന് ഭക്ഷണം കൊടുക്കുക. തുമ്പിനെ പെണീറ്റ് കഴിഞ്ഞിട്ടൊന്നും നടക്കൂല. അപ്പം ഞാൻ വിചാരിച്ചു തുമ്പി ഒന്നും കഴിക്കണുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് കട്ടൻ ചായ കൊടുത്തു നോക്കിയിട്ടും അവൾ കഴിക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇനി കഴിക്കട്ടെ, ചൂടോടുകൂടി. ഇപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് ഇവിടെ നിന്ന് എടുത്ത് കഴിച്ചാലും ചൂടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് നല്ല ചൂട് കഞ്ഞി കുടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. തുമ്പി ഇപ്പോൾ ഉറങ്ങണം. എന്താണെന്നറിയോ, അവൾ തീരെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കമുണ്ട്. എന്നാലും ഒരു ശ്വാസം മുട്ടലിൻ്റെ ഒരു ഇതുണ്ട്. ഇന്നലെ മര്യാദയ്ക്ക് ആ കഫക്കെട്ടിൻ്റെ മരുന്ന് തന്നാൽ മതിയായിരുന്നു ഡോക്ടർക്ക്. അവന് ഇന്ന് നമുക്ക് ഈ പണി ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ അവൾക്ക് ജലദോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും തന്നത്. ഒരു ഫ്രിഡ്ജിൽ വെക്കണ ഒരു മരുന്നുണ്ട്, അപ്പോൾ അതാണ് കഫക്കെട്ടിൻ്റെ മരുന്ന്. അതാവുമ്പോൾ പെട്ടെന്ന് മാറും. അങ്ങനെ പിന്നെ എന്താ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചോറും പാത്രത്തിൽ ചോറൊക്കെ എടുത്ത് വെക്കട്ടെ. ഓക്കേ എന്ന് പറ. അങ്ങനെ ഇനി നമുക്ക് പോകാനുള്ള ചോറൊക്കെ എടുത്തു വയ്ക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ അതേ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ആയാലും ആ ഒരു ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് ചോറ് തിന്നാലോ എന്ന് വെച്ചിട്ട് എപ്പോഴും ഈ ഒരു പാത്രത്തിലാണ്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചോറ് ഇതിൽ കൊള്ളും. പിന്നെ ഒരു അച്ചാറും പിന്നെ കൊണ്ടാട്ടമുളകും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ ചാളക്കറി എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചാള വറുത്തത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. നമ്മൾ രാവിലെ ദോശയും മീൻകറിയും തിന്നാന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു മുട്ട വറുത്തത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മുട്ട വറുത്തതൊക്കെ തിന്നിട്ട് കുറേ നാളായിട്ടാണ്.
നോമ്പൊക്കെ കഴിഞ്ഞോടുകൂടി പിന്നെ മുട്ടേനോട് വലിയ ഭ്രമമില്ലാത്ത പോലെ ആയി പോയിട്ട് മുട്ട പണ്ട് എപ്പോഴും മുട്ട ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അതേ 3 മുട്ട, അതായത് ഇന്നലെ ഒരു മുട്ട വാങ്ങിച്ചപ്പോൾ ഈ 3 മുട്ട കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ആദ്യം എടുത്തു. 3 മുട്ട ഞങ്ങൾക്കല്ല കേട്ടോ, 2 മുട്ട എനിക്കും സുചേട്ടനും കൂടെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ സുക്കുറിന് ചിക്കാനുമായിട്ടാണ് എടുത്തത് കേട്ടോ. സുക്കുറിന് ചോറും മുട്ട ചിക്കിയതും കൂടിയാണ് കൊടുത്തത്. അപ്പോൾ അതേ നമ്മുടെ മുട്ടയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ദോശയും പിന്നെ എന്നിട്ട് മീൻകറിയുമാണ് രാവിലെ ഭക്ഷണം കഴിക്കുന്നത്. കുറച്ച് ഒരു പാത്രത്തിൽ സുചേട്ടനും കൊണ്ടേ കൊടുത്തു. പിന്നെ ഇനി ബാക്കി ഞാൻ തിന്നുവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷേ നമ്മുടെ മീൻകറിയിൽ ഇന്നലത്തേനേക്കാളും കുറച്ച് പുളി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ പുളി ഭയങ്കര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല തിന്നാനായിട്ട്. എന്നാലും എനിക്ക് വലിയ കാര്യത്തിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അത് തന്നെ തിന്നു കേട്ടോ. എന്നിട്ടാ ഭയങ്കരമായിട്ട് പുളി പിടിച്ചു. ഇന്നലെ ഇത്രയും പുളി ഉണ്ടായിരുന്നില്ല. ഒരു രാത്രി ഇരുന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് പുളി പിടിച്ചു. എനിക്ക് ഭയങ്കര പുളി ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കാര്യത്തിന് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അത് തന്നെ ഇരുന്ന് തിന്നു കേട്ടോ. അങ്ങനെ ദേ ഞാനും തുമ്പിയും കൂടെ അതേ പോവാണ്. ഞാനും തുമ്പിയല്ല, ഞങ്ങളെല്ലാവരും ദേ പോവാണ്. തുമ്പിക്ക് നല്ല ചുമയുണ്ട് കേട്ടോ. ചുമയാണ് ഭയങ്കര കൂടുതൽ. അപ്പം അമ്മ അവിടെ വന്നിട്ടുണ്ടാവും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങട്ടെ കേട്ടോ. തുമ്പി നോക്കിയിട്ട് ഞങ്ങൾ ക്യാമറ ടച്ചിരിക്കും ചുമയാണെങ്കിൽ. ഇതിൻ്റെ ഇടയ്ക്ക് സുക്കുറിന് നേഴ്സറി പോണേൻ്റെ ആ ഒരു സങ്കടവും അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതിൻ്റെ കരച്ചിൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി സങ്കടവും വിഷമവും എല്ലാം കൂടെ വരും. അങ്ങനെ എന്ത് ചെയ്തു, സുക്കുറുദേ ഞാൻ നേഴ്സറിയിൽ ഇരിക്കുന്നുള്ളൊരു പ്രതീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഈ കരയാണ്ട് വരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടുമ്പോൾ പിന്നെ വെളിച്ചപ്പാട് തുള്ളണ പോലെ കിടന്ന് ചാടും. കരച്ചിൽ വരും. അങ്ങനെ എന്ത് ചെയ്തു, സുക്കുറിനാക്കി ഞങ്ങളെ മോഡേൺ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട്. അമ്മ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തുമ്പിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാം.